ഉഷാറായിട്ട്. ഏ അത് വരും, അത് മാറിക്കോളൂ. വരട്ടെ. ഇനി 2 കൈ ഒന്നിച്ചിട്ട് പൊന്തിച്ച, കോർത്തിട്ട് സ്ട്രെയിറ്റ്. ആ 3 എക്സസൈസ് കാണിച്ചു തന്നില്ലേ, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്, അത് ചെയ്. അല്ലല്ല, ഓരോന്ന് താത്ത്. ആ വീണ്ടും പൊന്തിക്ക്. ആ തന്നെ താത്ത്. വീണ്ടും പൊന്തിക്ക്. ആ തന്നെ. വീണ്ടും ഫുള്ള് സ്ട്രെയിറ്റ്. അതന്നെ. ഇനി ബാക്കിൽ പൊന്തിക്ക്, താത്ത്. വീണ്ടും പൊന്തിക്ക്. ഫുള്ളായിട്ട് പൊന്തട്ടെ. ബാക്കിൽ പൊന്തിക്ക്, താത്ത്. ഇനി അപ്പുറത്തെ സൈഡ് വേസ്, ലെഫ്റ്റ് റൈറ്റ്. ആ കറക്റ്റേ. ഇനി ഇപ്പുറത്തെ സൈഡ്. ഇപ്പുറത്ത് ഈസിയായി വരുന്നുണ്ട്, അപ്പുറത്ത് ഇച്ചിരി ഒരു വരട്ടെ. സ്ട്രെയിറ്റ്. ആ കൈ 2 സ്ട്രെയിറ്റ്. ആ തന്നെ. വരട്ടെ. അതെന്നാലും കുറച്ചുകൂടി വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തും കൂടി ഒന്നും കൂടി അത് ആയി വരണം. വീണ്ടും ഒന്നും കൂടി പൊന്തിച്ചിട്ട് ഇനി ബാക്കിലേക്ക് വരട്ടെ. കൈ ബാക്കിൽ ഇങ്ങനെ. ആ എന്നിട്ട് മറ്റേ കൈ കൊണ്ട് പിടിക്കും. ആ എന്നിട്ട് അങ്ങോട്ടേക്ക് ആട്ട്. ആ തന്നെ. അങ്ങോട്ട് പോവാ, ഇങ്ങോട്ടേക്കും വരാം. അതന്നെ പരമാവധി. അന്നേരം എവിടെയെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ? ചെറിയൊരു ബുദ്ധിമുട്ട്. ആ ഇനി നിന്നിട്ട് ഓരോ കാല് പൊന്തിച്ച് നോക്ക്. ഫുള്ള് സ്ട്രെയിറ്റ് ഇങ്ങനെ മുട്ട്. ആ തന്നെ ഫുള്ള്. ഇനി ഈ സ്റ്റൂളിൻ്റെ മുകളിൽ കാല് പോയിട്ട് വെക്ക്. താത്ത്. അപ്പുറത്തെ കാലും കയറ്റി വെക്ക്. ഇപ്പം 2 കാലിലും ലെങ്ത്തിൽ തന്നെ ബുദ്ധിമുട്ടില്ല. ലെങ്ത്തിൽ ബുദ്ധിമുട്ട് നിങ്ങൾ കൊയ്യും. വീണ്ടും ഒന്നും കൂടി വേണ്ട, വന്നില്ല. ഇത് വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കാലിന് കുറച്ചും കൂടി ഒരു ബലം കിട്ടും. മണങ്ങി നോക്ക്, ഫുള്ളായിട്ട് നിലത്ത് ഓടാൻ നോക്ക്. ആ പതുക്കെ വളരെ സാവധാനം. വീണ്ടും പൊന്തി ഒച്ചടിക്ക് വരെ. ആ വീണ്ടും താഴി നിലത്തേക്ക് തൊടാൻ നോക്ക്. 2 കൈയും കോർത്ത് വെച്ചിട്ട് തൊടു. ആ അതെ വരുന്നില്ലേ? കാരണം ഇപ്പോഴത്തെ ആ ഒരു പോസ്റ്ററിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് 2 കൈയിലും കിട്ടാത്തത്. ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നടന്ന് നോക്കട്ടെ. അന്നേരം ലെവലിൽ നടത്തം മാറിപ്പോലും നേരത്തെ നടത്തമല്ല, ഇപ്പം അത് മാറിയിട്ടാണ് ഉള്ളത് കേട്ടോ.